Kalyan Jewelers. Celebrating 200 showrooms. Visit now for exciting offers. ഒരു CIDയുടെ ആവശ്യമുണ്ടോ? ഇതൊരു ഹ്യൂമർ ഫിലിം ആണെന്ന്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു സെൻട്രൽ ക്യാരക്ടറോടൊക്കെ വരുമ്പോൾ ഒരു തമാശപ്പടമാണെന്ന് തോന്നിക്കുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ മാറ്റുന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഇദ്ദേഹം സബ്ജക്റ്റൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഡിസ്കഷനിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനോട് പറഞ്ഞാൽ അല്ല, അങ്ങനല്ല, ഇതിപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൽ തന്നെ അത് മനസ്സിലായിക്കോളും, ഇതൊരു സീരിയസ് അപ്രോച്ചുള്ളൊരു സിനിമയാണെന്നുള്ളത് മനസ്സിലായിക്കോളും. പിന്നെ 100% ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണ് CID രാമേന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് നമ്മൾ എന്താണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 100% ഡയറക്ടറിന് ഉറപ്പായിരുന്നു അനു തന്നെ ചെയ്യും, അനു തന്നെ. ഞാൻ പറഞ്ഞു അനു അല്ലെങ്കിൽ പിന്നെ ആര്, നിങ്ങൾ ഒരാളെ നമുക്കൊന്ന് വെക്കണമല്ലോ നമുക്ക്. അപ്പം പറഞ്ഞില്ല, അനു ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഓടിച്ചിട്ട് പിടിച്ച് തമിഴ്നാട്ടിൽ എന്തോ പോയി കഥ പറഞ്ഞാണ് അനു സിനിമ. ഏത് സിനിമയുടെ ലൊക്കേഷനായിരുന്നു? കിങ് ഓഫ് കൊത്തർ ലൊക്കേഷനിലാണ് നമ്മുടെ ഡയറക്ടർ പോയി കഥ പറയുന്നത്. ഫഹദിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പടം കൂടെയാണ് അകം എന്നുള്ളത്. അപ്പം ആളുകൾ എപ്പോൾ ഡിസ്കഷൻ പോയിന്റിൽ വരുമ്പോഴും അകത്തിനെ പറ്റി എനിക്കറിയില്ല എന്താണ്, അത് അധികം ആരും സംസാരിക്കുന്നത് ഞാനും നോട്ടീസ് ചെയ്തിട്ടില്ല. മേ ബി മുമ്പ് സോഷ്യൽ മീഡിയ കാലത്തിന് മുന്നേ വന്ന സിനിമ ആയതുകൊണ്ടായിരിക്കും. പറഞ്ഞ സീനിയർ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം പറഞ്ഞ ആട്ടം കണ്ടു, ഷാജൻ നന്നായിട്ടുണ്ട്, എന്നാൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ ഒരു ലിസ്റ്റിലോട്ട് പെടാത്തത് ഒരു എന്താണ്, ഒരു ബിസിനസ് വൈസ് ഈ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ ലെവലൊക്കെ നോക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് തോന്നുന്നു. റേച്ചൽ സിനിമ ചെയ്യുമ്പോഴും മേക്കപ്പ് കഴിഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിലോട്ട് ചെല്ലുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മേക്കപ്പ് കഴിഞ്ഞ് ആ ഒരു ഗെറ്റപ്പ് കാണുമ്പം തന്നെ ഞാൻ ഒരു ബീഡി എടുത്ത് കത്തിച്ചിട്ട് ആ ബീഡിയും വലിച്ചുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. ആ ബീഡി വലിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മളിൽ. വൈകിട്ട് വന്നിട്ട് നല്ല ചുമയും കാര്യങ്ങളും ചൂടുവെള്ളം പിടിക്കലും ഒക്കെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ആ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു ബീഡി വലിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുമോൾ, ഷാജോൺ രണ്ടുപേരുമാണ് ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു ആക്ടറിൻ്റെ ഒരു ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമ, അത് ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയ കണ്ട ഓളം സൃഷ്ടിക്കപ്പെടാത്ത സിനിമയായിരിക്കാം. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഷാജോൺ ചേട്ടനാണെങ്കിൽ 25 വർഷം, ഏതാണ്ട് 25 വർഷമായി ജേണിയിൽ. അനുമോളാണെങ്കിൽ ഒരു 14 വർഷത്തോളമായി സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഒരു പർട്ടിക്കുലർ സിനിമയോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ഉണ്ടോ അങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് എന്തോ ഒരു എക്സ് ഫാക്ടർ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് ഒരു ക്യാരക്ടറോ ഒരു സിനിമയോ അങ്ങനെ മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ല, എന്നോടാണ് ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും ദൃശ്യം തന്നെയാണ്, ആ സിനിമയാണ്. അത് ബോക്സ് ഓഫീസിൽ ബ്രേക്ക് വന്ന സിനിമ തന്നെയാണ് മനസ്സിലേക്കും. അതെ, തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പം അങ്ങനെയാണല്ലോ പറയുന്നത്. അതല്ലാതെ കുറേ സിനിമകളുണ്ട്, നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ അതൊന്നും പ്രേക്ഷകരിലോട്ട് എത്താത്തതുകൊണ്ടാണ് നമ്മളത് പറയാറ്. നമ്മൾ പറയുമ്പോഴെപ്പോഴും പ്രേക്ഷകർ കൂടെ കണക്ട് ചെയ്യുന്ന സിനിമ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദൃശ്യത്തിലെ സഹദേവൻ എന്ന് പറയുന്നൊരു കഥാപാത്രം. അനുമോളിനെ ആണെങ്കിലോ? എനിക്ക് തോന്നുന്നത് എനിക്ക് ഓരോ സിനിമയും ഓരോരോ രീതിയിൽ എനിക്ക് പേഴ്സണലിയും ഓരോ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കരിയറിനും അത് പല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ തുടങ്ങിയ സിനിമ ഇവൻ മേഘരൂപനാണെങ്കിലും അതിൽ ആ പാട്ട് ഭയങ്കര റീച്ച് വന്നിട്ടുണ്ടായിരുന്നു, ആണ്ടലോണ്ടെ എന്ന് പറയുന്നത്. അത് വേറൊരു രീതിയിൽ മൈലേജ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ റോളും എനിക്ക് സ്പെഷ്യലാണ്. അത് കഴിഞ്ഞ് അകമായാലും ഫഹദും അത് ഫെസ്റ്റിവൽസിനൊക്കെ പോയി എനിക്ക് വേറൊരു ലോകം, വേറൊരു രീതി സിനിമ കൾച്ചർ കാണിച്ചു തന്നു. ഞാനായാലും ചായില്യമായാലും വെടിവഴിപാടായാലും ഉടലാഴമായാലും പത്നി. അപ്പം എനിക്ക് ഓരോ സിനിമയും അങ്ങനെ സ്പെഷ്യലുമാണ്. അത് ഓരോരോ രീതിയിൽ എനിക്ക് പല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റോക്ക് സ്റ്റാർ ആയാലും അങ്ങനെ എനിക്ക് അതെ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് തോന്നണം. അപ്പോൾ അനുമോള് കൂടുതലും ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവൻ മേഘരൂപനായാലും ഞാനായാലും ഒക്കെ അകമായാലും പോലും ഇത് ടെക്സ്റ്റ് ഫോർമാറ്റ് എഴുതി വെച്ചൊരു കഥാപാത്രത്തെ ആണല്ലോ ഒരു പോർട്രേ ചെയ്യുന്നത്, ഒരു സിനിമയിലേക്ക് ലിറ്ററേച്ചർ ആണല്ലോ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്. അവിടെ അത് ആ ക്യാരക്ടർ കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഉറപ്പായിട്ടും എഴുതി വെച്ച ഫോർമാറ്റ് വായിച്ചിട്ടുണ്ടാവും, അതല്ലാതെ ഒരു വ്യത്യാസം ഉണ്ടോ? ഇതിലൊക്കെ ഉള്ളൊരു ഫാക്ടർ എന്താ വെച്ചാൽ ഈ എഴുതി വെച്ച ബുക്കുകൾ മുഴുവൻ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചതാണ്. സിനിമയ്ക്ക് വേണ്ടി ഞാനൊരു പുനർവായന ഉണ്ടായിട്ടില്ല. ഒക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിച്ച പുസ്തകങ്ങളായിരുന്നു
പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ ചെയ്തത് എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആണ്. എന്നോട് എല്ലാ ഡയറക്ടേഴ്സും പറഞ്ഞത് ഇനി ഇപ്പം ഇതിനായിട്ട് പുസ്തകം വായിക്കണ്ട എന്നുള്ളതാണ്. ഞാൻ മാത്രം രഞ്ജിയേട്ടൻ എന്നോട് പറഞ്ഞത് ആദ്യം എനിക്ക് ബുക്ക് തന്നിട്ട് ഇതൊന്ന് വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വേണ്ടിയിട്ട് ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുന്നു. ബുക്ക് പണ്ട് വായിച്ച ഓർമ്മയിൽ അങ്ങനെ വെക്കുമ്പം അതിൽ കുറേ നമ്മുടെ ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സീൻസ് നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി കൂടുക ചെയ്തത്. പിന്നെ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ രണ്ടും രണ്ട് ലോകമായിട്ട് തന്നെ വെക്കാൻ ആണ് എല്ലാവരോടും പറയുള്ളൂ. ഞാനും അങ്ങനെയാണ്. പുസ്തകത്തിൻ്റെതായ ഒരു ലോകമുണ്ട്, സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു ലോകമുണ്ട്. അപ്പം അത് രണ്ടും മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കൺസീവ് ചെയ്യുന്ന ഇപ്പോൾ ആടുജീവിതമൊക്കെ സിനിമ റിലീസാകുമ്പോഴും ഏറ്റവും വലിയ ടെൻഷൻ ഫാക്ടർ ഇതും ഓരോ ആളുകളുടെ മനസ്സിൽ ഓരോ നമുക്ക് ഓരോ വിഷ്വൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബുക്കായിട്ടും സിനിമയായിട്ടും രണ്ടും വേറെ വേറെ ആയി തന്നെ കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ CID രാമചന്ദ്രൻ റിട്ടയർഡ് SIയിലേക്ക് വന്ന ഇപ്പോൾ CID എന്ന ടേം പോലും മലയാളത്തിൽ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിരിയാണ് വരുന്നത്. അതായത് ഇപ്പോൾ CID ഉണ്ണികൃഷ്ണൻ BAB ആയാലും CID എസ്കേപ്പ് എന്ന് പറയുന്ന ഡയലോഗായാലും ഒക്കെ മലയാള സിനിമ വെച്ചത് CID എന്നുള്ളത് ഒരു തമാശ ഒരു പട്ടാണ്. CID മൂസയാണെങ്കിലും ഒക്കെ നമുക്ക് കോമഡിയാണ് മനസ്സിലേക്ക് വരുന്നത്. ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് പക്ഷേ അത്തരത്തിലല്ലല്ലോ. ഒരിക്കലും അല്ല. ഞാൻ ഈ സീരിയസ് ആയിട്ടാണ് സനൂപ് സത്യൻ നമ്മുടെ റൈറ്ററും ഡയറക്ടറും അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു CIDയുടെ ആവശ്യമുണ്ടോ, ഇതൊരു ഹ്യൂമർ ഫിലിം ആണെന്ന്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു സെൻട്രൽ ക്യാരക്ടറോടൊക്കെ വരുമ്പോൾ ഒരു തമാശപ്പടമാണെന്ന് തോന്നിക്കുമോ എന്നൊരു ഡൗട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ മാറ്റുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം ഇദ്ദേഹം സബ്ജക്റ്റൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ഡിസ്കഷനിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനോട് പറഞ്ഞാൽ അല്ല, അങ്ങനല്ല, ഇതിപ്പോൾ നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ അത് മനസ്സിലായിക്കോളും, ഇതൊരു സീരിയസ് അപ്രോച്ചുള്ളൊരു സിനിമയാണെന്നുള്ളത് മനസ്സിലായിക്കോളും. പിന്നെ 100% ഈ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് നമ്മൾ എന്താണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഖില. ഇതൊരു എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്, എൻ്റെ ചാച്ചൻ പോലീസിലായിരുന്നു. അപ്പം ഞാൻ ജനിച്ചപ്പോൾ മുതൽ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. ഞാൻ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം വരെ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. പല രീതിയിലുള്ള പോലീസുകാരെ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചാച്ചൻ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം എങ്ങനെയാണത് അവൻ അനുഭവിച്ചൊരു ട്രോമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ ചാച്ചൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നൊരു ജോലിയാണ്. ആവശ്യമില്ലാതെ ഒരു ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഞങ്ങളെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ ഒരു സമയം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ ഫുൾ ടൈം ജോലി. പ്രത്യേകിച്ച് ചാച്ചൻ റിട്ടയർ ആവുന്ന സമയത്തൊക്കെ വിജിലൻസിലായിരുന്നു. വിജിലൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാമല്ലോ. ഒരുപാട് ടെൻഷനുള്ളൊരു ജോലിയും കാര്യങ്ങളൊക്കെയാണ്. 100% ആ ജോലിയോട് ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന ഒരാളാണ്. ചാച്ചൻ റിട്ടയർമെൻറ്റിന് ശേഷം വേറൊരാളായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം പെട്ടെന്ന് പ്രായമായതുപോലെ നമുക്ക് തോന്നും. അതുവരെ അവർ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പവർ ഉണ്ടാവും, ഒരു എനർജി ഉണ്ട്. പിന്നെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റിട്ടയർ ആയ പോലീസുകാരന് ഒരു വിലയും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണോ പെട്ടെന്ന് ചാച്ചൻ എന്താണ് റിട്ടയർമെൻറ്റിന് ശേഷം പെട്ടെന്ന് മുറുക്ക് തുടങ്ങുന്നു, പെട്ടെന്ന് ഒരു പ്രായമായി പോകുക എന്ന് പറയുന്നത്. വേറൊരു ജോലിയും അറിഞ്ഞുകൂടാ, വേറൊരു ജോലി ചെയ്യാനൊട്ട് താല്പര്യമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചാച്ചൻ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സനുവ് എന്നൊരു 2 ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സനുവിനോട് പറഞ്ഞു, സനുവ് ഇതൊരു സാധ്യതയുള്ളതാണ്. നമ്മൾ പറയുന്ന പോലീസ് എന്ന ജോബിനെ കുറിച്ചാണ്, അവിടെ നിന്ന് റിട്ടയർ ചെയ്തൊരു ക്യാരക്ടറിനെ കുറിച്ചാണ്. പക്ഷേ എല്ലാ ജോലിയിലും ഉണ്ട്, റിട്ടയർമെൻ്റ് ഉള്ള ഒരുപാട് ജോലികളുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ടീച്ചേഴ്സ് ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അവരൊക്കെ ഈ ജോലി ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്. റിട്ടയർമെൻറ്റ് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ കുറച്ച് നാൾ തള്ളി നീക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സനുവിനോട് ഇതൊരു സാധ്യതയുള്ളതാണ്, നമുക്കിതിനു വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നതിന്. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റാണിത്. നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലല്ല ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന. ഒരു അടി ബഹളം ഫൈറ്റ് അങ്ങനത്തെ ഒരു ഓഫീസർ അല്ലായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏറ്റെടുക്കുന്ന ആ കേസുകൾ ഇദ്ദേഹം തെളിയിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് തന്നെയാണ്. ഇദ്ദേഹം അങ്ങനെ ചിന്തിച്ച് അങ്ങനെ തന്നെയാണ് റൂട്ട്. അല്ല ഒരു ഇടി ബഹളം ഓടിച്ചിട്ട് പിടിച്ചോ അടി ബഹളം അങ്ങനെ ഒരു പരിപാടിയിലോട്ട് നമ്മളിത് പോയിട്ടില്ല. വളരെ വ്യക്തമായിട്ട് സനൂപിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കണം ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് അങ്ങനെ തന്നെ അത് സനൂപ് മനസ്സ് വിചാരിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇപ്പോൾ ചാച്ചൻ്റെ കാര്യം പറയുമ്പോഴും വിജിലൻസ് ഇവിടെ വരുമ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്, അത് പെട്ടെന്ന് കണക്ട് ആവില്ലേ കഥ പറയുമ്പോൾ ഈ റിട്ടയർമെന്റും? തീർച്ചയായും നമ്മൾ സിനിമ തുടങ്ങുന്ന തന്നെ ഇദ്ദേഹം റിട്ടയർ ആവുന്ന അവിടെ നിന്നാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പം വേറെ ഒരു ബിൽഡപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇദ്ദേഹം റിട്ടയർമെൻറ്റിൻ്റെ ആ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സിനിമ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് ജനത്തിന് കിട്ടും ഇതാണ് ഈ പടം എന്നുള്ളത് കിട്ടും.
അപ്പോൾ അവിടുന്ന് തന്നെ ഇദ്ദേഹത്തിന് ഒരു ട്രോമയുണ്ട്. ഇത് പിറ്റേ ദിവസം ഇയാൾ രാവിലെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കും, ഇവരെന്താ ചെയ്യുന്നത്, ഇയാൾക്ക് പറ്റുന്നില്ല. ഇയാൾക്ക് അപ്പം വീട്ടിലിരിക്കാൻ പറ്റും, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. ഇയാൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ചായക്കടയുണ്ട്, അവിടെ പോയിരുന്നു, അവിടെ നിന്ന് ചായ. ഇയാളെന്ന് ശീലം അതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇയാൾ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചായ ഇല്ല, രാവിലെ ഇയാൾ ഇറങ്ങുന്നു, സ്റ്റേഷന് വന്നിട്ടാണ് ബാക്കി എല്ലാം. പക്ഷേ ഇതിൻ്റെ ഒരു ഇമോഷൻ വലിയൊരു ഇമോഷനാണ്. അത് സിനിമ കാണുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. രാവിലെ ഇയാൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ പിറ്റേ ദിവസം റിട്ടയർമെൻറ്റിന് ശേഷം ഇയാൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ചായക്കട നിന്നാണ് ഇയാൾ ചായ കുടിക്കുന്നത്. കാര്യം വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇയാൾക്ക് ടേസ്റ്റ് ഇല്ല. ഇയാൾ എന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന്, മനസ്സിലായില്ലേ? പിന്നെ പോലീസുകാർ പോകുമ്പോഴും അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഇയാളുടെ ടെൻഷൻ അതാണ്, ഇതായിരിക്കും കാര്യമല്ലേ. ഇയാൾക്ക് അങ്ങോട്ട് വിട്ടു പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു ഓഫീസറിൻ്റെ ജീവിതത്തിലൂടെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമ പറയുന്നത്. അവിടെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ് അനുവിൻ്റെ ക്യാരക്ടറാണ്. നമ്മൾ ഒരു ലേഡി ക്യാരക്ടർ എന്ന് പറയുന്നത് അനുവിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ സിനിമ നമ്മൾ ഫസ്റ്റ് സംസാരത്തിൽ തന്നെ ഞാൻ ചോദിച്ചു, ഈ ഊർമിള എന്നുള്ള ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത് ചോദിച്ചപ്പം സനൂപ് ആദ്യം പറഞ്ഞ പേരാണ് അനു. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് വരെ അനുവിൻ്റെ അല്ലാതെ വേറൊരു പേര് ഡയറക്ടർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അനു അല്ലെങ്കിൽ പിന്നെ ആര് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഏട്ടാ അനു തന്നെ അനു. അപ്പം എനിക്കറിയാം അനു അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന ഒരാളല്ല. അനുവിന് കൃത്യമായിട്ട് തോന്നണം നമ്മുടെ ക്രൂ കാര്യങ്ങൾ. ഇവനാണ് എല്ലാം പുതിയ ആൾക്കാരാണ്. നമ്മുടെ ഡയറക്ടർ റൈറ്റർ സനൂപ് പുതിയ ആളാണ്. സനൂപ് തന്നെയാണ് വൺ ഓഫ് ദ പ്രൊഡ്യൂസറും. സനൂപിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഷിജു ആണെന്നുണ്ടെങ്കിലും പുതിയ ആളാണ്. ക്യാമറമാൻ പുതിയ ഒരാളാണ്. അപ്പോൾ ഞാനും അനു ഇതിനു മുമ്പ് അങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പേഴ്സണലി പരിചയമില്ല. അപ്പോൾ അനു ഇത് കമ്മിറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ 100% ഡയറക്ടറിന് ഉറപ്പായിരുന്നു അനു തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു അനു അല്ലെങ്കിൽ പിന്നെ ആര്, നിങ്ങൾ ഒരാളെ നമുക്കൊന്ന് വെക്കണമല്ലോ നമുക്ക്. അപ്പം പറഞ്ഞില്ല അനു ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുവിനെ ഓടിച്ചിട്ട് പിടിച്ച് തമിഴ്നാട്ടിൽ എന്തോ പോയി കഥ പറഞ്ഞാണ് അനു സിനിമ. ഏത് സിനിമയുടെ ലൊക്കേഷനായിരുന്നു? കിങ് ഓഫ് കൊത്തർ ലൊക്കേഷനിലാണ് നമ്മുടെ ഡയറക്ടർ പോയി കഥ പറയുന്നതൊക്കെ. ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഈ ജേർണിയിൽ എന്താ അനുമോളുടെ കഥാപാത്രത്തിനെ പറ്റി ഈ പറഞ്ഞ പോലെ എന്താ ഫീൽ? അതാണ് പറഞ്ഞത്, ഇതിനകത്ത് ഒരു ലീഡിങ് ക്യാരക്ടറാണ്. ഇതിനകത്ത് ഒരു മേജർ പാർട്ട് വഹിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഒരു ക്രൈം നടക്കുമ്പോൾ അറിയാലോ, അന്വേഷിക്കുന്ന ഒരാളുണ്ടാവും, വിറ്റ്നസ് ആയിട്ട് കുറേ ആളുകൾ ഉണ്ടാവും, അതിൽ പെട്ടുപോയ വിക്ടിം ഉണ്ടാവും, അപ്പം അതിലേക്ക് നയിച്ച കുറേ ആളുകളുണ്ടാവും. അങ്ങനെ ഒരു മേജർ പാർട്ടാണ് ഈ ഊർമിള എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ. കൂടുതൽ എനിക്ക് എന്ത് പറഞ്ഞാലും ഇതിന്റെ എന്തെങ്കിലുമൊക്കെ പുറത്തു പോകുമെന്ന് പേടിയാണ്. അതാണ് ഞാനിങ്ങനെ പറയുന്നത്. അതെ. ഈ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേൾഡ് സിനിമയൊക്കെ ഇപ്പോൾ OTT സ്പേസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ആയതുകൊണ്ടും കൂടെയാണ് വേൾഡ് സിനിമയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ജോണർ ആൾക്കാർ പെട്ടെന്ന് എടുത്ത് നോക്കുന്നത് ക്രൈമും ത്രില്ലർ ജോണറുമാണ്. അപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ ഒരു കഥ ഒരു ആക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഓക്കെ ഇത് ലോജിക്കലി ഇത് സൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും രീതിയിൽ മുന്നേ കണ്ട സിനിമകൾ പോലെ വന്നാൽ ഭയങ്കരമായിട്ട് വിമർശനം വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അത്തരത്തിലുള്ള ടെൻഷനൊക്കെ വരാറുണ്ട് ഒരു ക്രൈം ത്രില്ലർ സ്വഭാവം ജോണർ? തീർച്ചയായിട്ടും ഞാൻ കൂടുതലും ക്രൈം ത്രില്ലർ ജോണർ സിനിമകൾ കാണുന്ന ഒരാളാണ്. കൂടുതൽ കാണാനും എനിക്കതാണ് ഇഷ്ടം. എല്ലാ സിനിമകളും നമ്മൾ എൻജോയ് ചെയ്യുമെങ്കിലും നമ്മൾ അഭിനയിക്കുന്നതും കോമഡി സിനിമകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണല്ലേ ഞാൻ ചൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ത്രില്ലറേ ഇടുള്ളൂ. ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇല്ലാത്ത സമയത്തെ വൈഫിനും പിള്ളേർക്കും മറ്റൊരു ജോണർ സിനിമ കാണാൻ പോലൊരു അവസരമുള്ളൂ. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇതേ ഇടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായിരുന്നു. ഞാനതെല്ലാം സനൂപുമായിട്ട് ഞാൻ ചോദിക്കുന്നു. സനൂപിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം. ഇതിങ്ങനെ വന്നാൽ അതെങ്ങനെ ഉണ്ടാവും, അത് കണക്റ്റ് ആവുമോ, ആളുകൾക്ക് അത് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാം കിട്ടും ചേട്ടാ, അതിങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് ഡൗട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് ക്രൈം സിനിമകൾ ത്രില്ലർ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമും കൂടാണ്. നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഇതിന് വേണം എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹിച്ച് അത് തീർച്ചയായിട്ടും ഇതിനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഡയറക്ഷൻ ടീം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും തിയേറ്ററിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ത്രില്ലർ സിനിമകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അനുവിൻ്റെ ഒരു ജേർണി എടുത്ത് നോക്കിയാൽ അകമാണല്ലോ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ. അതിന് ഒരുപാട് ആ പ്രൊജക്റ്റിന് തന്നെ ഒരുപാട് പെക്യുലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു യക്ഷി എന്ന് പറഞ്ഞിട്ടൊരു നോവലിൻ്റെ അഡാപ്റ്റേഷൻ വരുന്നു. ഇനീഷ്യൽ കാലഘട്ടത്തിലാണ് ആ രീതിയിൽ അകം എന്ന് പറഞ്ഞൊരു ത്രില്ലർ സിനിമ ചെയ്യുന്നത്. ഈ കഥ എങ്ങനെയാണ് അനുവിലേക്ക് വരുന്നതും ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഹൈ എന്താണ്? ആ പ്രോജക്റ്റ് എൻ്റെ ഈവൻ മേഘരൂപൻ്റെ ഒരു പടം ഹിന്ദുവിൽ വന്നത് കണ്ടിട്ടാണ് എന്നെ ടീം വിളിക്കുന്നത് ഓഡിഷന് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് സിനിമ അങ്ങനെ പരിചയമുള്ള ഒരു മേഖല അല്ല.
എന്താണ് അവിടെ നടക്കണേ, എങ്ങനെയൊക്കെയാണ് നടക്കണേന്നൊന്നും എനിക്കറിയില്ല. അപ്പം അകത്തിൻ്റെ ഓഡിഷന് വരാൻ പറഞ്ഞ സമയത്ത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഗീതു മോഹൻദാസാണ് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗീതു ചേച്ചി എനിക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ചുമ്മാ വാ, ഞങ്ങളുടെ കൂടെ ഇരിക്കി വന്നിട്ട് കുറച്ച് നേരം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഓഡിഷൻ ചെയ്യുമ്പം മറ്റ് ആക്ടേഴ്സിന് ഓപ്പോസിറ്റ് തന്നെ ഇരുത്തുക ചെയ്തത്. നീ ടീമിൻ്റെ ഭാഗമായി നിന്ന് ഡയലോഗ് കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫഹദ് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ഫഹദിൻ്റെ പോർഷൻസാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഈ കസേരയിൽ നിന്ന് മാറി അപ്പുറത്തെ കസേരയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു അതിൽ ശരിക്കും ആദ്യത്തെ എൻ്റെ ഓഡിഷൻ ഉണ്ട്. അത് 2-3 തവണ അവർ ഓഡിഷൻ നടത്തിയിട്ടാണ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏത് ക്യാരക്ടർ ആര് ചെയ്യണം എന്ന് ചൂസ് ചെയ്യാനായിട്ടൊരു ഓഡിഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴൊന്നും എനിക്ക് അറിയില്ല യക്ഷിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് അവർ അനുവാണ് ഇതിലെ രാഗിണി എന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, മലയാറ്റൂരിൻ്റെ നോവല് യക്ഷിയാണ്, നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡായി. വളരെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് വായിച്ച് എനിക്കിഷ്ടം തോന്നിയ സ്ത്രീകളിൽ ഒരാളായിരുന്നു രാഗിണി. അപ്പോൾ ഞാനത് തമ്മിൽ കണക്ട് ചെയ്യുന്നില്ല ഒരിക്കലും, ഇതും വരും എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഡയറക്ടർ ശാലിനി എന്നോട് പറഞ്ഞ സമയത്ത് ശാലിനി അതിനകത്ത് ഈ പോർഷൻസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്തത്. അതിനകത്ത് ഒരു നായക്കുട്ടി ബുക്കിലുണ്ട്. അത് ഇതിൽ നായക്കുട്ടിയല്ല, ഇതിൽ പ്രാവാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു, അയ്യോ അപ്പോൾ നായക്കുട്ടീൻ്റെ ആയിട്ടൊക്കെ കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പം എൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ശാലിനിയും എക്സൈറ്റഡ് ആയി. എന്ന് വെച്ചാൽ കഥ അറിയുന്ന, കഥയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളെ തന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടും എനിക്ക് അതിൻ്റെ ഒരു ഗൗരവമൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് അത് ഒഴിവാക്കി വരാമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സിങ് സൗണ്ടാണ് ആദ്യത്തെ ഫുള്ളി സിങ് സൗണ്ട് പടമായിരുന്നു അത്. ഫുള്ളി 5Dയിൽ ഷൂട്ട് ചെയ്ത പടമായിരുന്നു അത്. ഒരു കനേഡിയൻ ആണ് ക്യാമറാമാൻ ഉണ്ടായിരുന്നത്. അതെ. പിന്നെ ഇവരെല്ലാവരും സിനിമ പഠിച്ച ആളുകളാണ്. ഡയറക്ടറും ക്യാമറാമാനും പ്രാഗിൽ ഫിലിം സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. ബാക്കി എല്ലാവരും FTIക്കാരാണ്. അപ്പം ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ക്രൂ, ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും ജോലിയെടുക്കുന്നു. അപ്പം എനിക്കതൊരു ഭയങ്കര അത് ഞാൻ മാത്രം ഫിറ്റിനാവാത്ത പോലെ. ഞാൻ ഭയങ്കര കളിചിരിയാണ്. ശാലിനിയുടെ വീട്ടിൽ പ്രാക്ടീസ് നടക്കുമ്പോൾ അടുക്കളയിൽ അമ്മമ്മ അച്ചാറിട്ടിട്ടുണ്ടോ, ഉപ്പിലിട്ടതുണ്ടോ എന്നൊക്കെ. അപ്പം ഇവരെ അത് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് എൻ്റെ ഈ കളികൾ. അപ്പം അക്കാഡമിക് സ്വഭാവത്തിലുള്ള ഒരു സർക്കിളാണ്. അപ്പം അകത്തിന് ശേഷമാണ് ഞാൻ സിനിമയെ സീരിയസ് ആയിട്ട് കാണാൻ പഠിച്ചതും സിനിമയോട് എനിക്ക് ഇതൊരു കരിയർ ഓപ്ഷനാണ്, അല്ലെങ്കിൽ എനിക്ക് സിനിമയോട് വളരെ ഇഷ്ടം വന്ന ഒരു സിനിമയാണ് അകം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അകം ടീമിലേക്ക് ഞാൻ എത്തുന്നത്. അകത്തിൽ ഇപ്പോൾ ഫഹദിൻ്റെ ക്യാരക്ടർ വരുമ്പോഴും ഇപ്പോൾ ഡിസ്കഷനിൽ നിൽക്കുന്ന ഇപ്പോൾ ഷമ്മി അല്ലെങ്കിൽ രംഗ ഇതൊക്കെ ചെയ്യുമ്പോഴും അകം ആ ഡിസ്കഷനിലൊന്നും വരാത്തൊരു ക്യാരക്ടറാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇൻഫാക്ട് ഫഹദിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പടം കൂടെയാണ് അകം എന്നുള്ളത്. അപ്പം ആളുകൾ എപ്പോൾ ഡിസ്കഷൻ പോയിന്റിൽ വരുമ്പോഴും അകത്തിനെ പറ്റി എനിക്കറിയില്ല എന്താണ് അത്. അധികം ആരും സംസാരിക്കുന്നത് ഞാനും നോട്ടീസ് ചെയ്തിട്ടില്ല. മേ ബി മുമ്പ് സോഷ്യൽ മീഡിയ കാലത്തിന് മുന്നേ വന്ന സിനിമ ആയതുകൊണ്ടായിരിക്കും. ഈ ടെക്സ്റ്റ് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടോ ഫഹദായിട്ട്? ഈ യക്ഷിയും കൗണ്ടർ ചെയ്യുന്ന ആളും തമ്മിൽ എനിക്ക് തോന്നുന്നു ഫഹദായിട്ട് അധികം ഡിസ്കഷൻസ് ആ സമയത്ത് കുറവായിരുന്നു. എന്താ വെച്ചാൽ അതിലെ 2 ക്യാരക്ടേഴ്സും അങ്ങനെ അടുപ്പമുള്ള ഭാര്യയും ഭർത്താവും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും ഫഹദും നമ്മൾ സംസാരിക്കും, നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നടുക്കൊരു വാൾ ഉണ്ടായിരുന്നു. അത് ആ ക്യാരക്ടേഴ്സിനുള്ള ആ ഒരു സാധനം അപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ ഡിസ്കഷൻ ഡയറക്ടറായിട്ട് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് ആണ് യക്ഷിയുടെ നമ്മൾ അകത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറേ കൺഫ്യൂഷൻസ് എനിക്ക് ഉണ്ടാകുമ്പോൾ ശാലിനിയായിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈവൻ ആ ഡിസ്കഷൻസിൽ ഫഹദും ഉണ്ടാവാറുണ്ട്. നമ്മൾ 3 പേരും DOPയും കൂടെ ഇരുന്നിട്ടാണ് അതിനെപ്പറ്റി അധികം സംസാരിച്ചിരുന്നത്. ഈ 2024 സിനിമകൾ, ഇപ്പോൾ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴും പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ, ആടുജീവിത, ആവേശം ഈ സിനിമകളൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2024 ആദ്യത്തെ സിനിമ ആട്ടം, അത് IFFK ഫെസ്റ്റിവൽ സർക്കിളിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ പോസ്റ്റ് റിലീസ് ബോക്സ് ഓഫീസിലും അല്ലാത്ത ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ടല്ലോ. 2024 സിനിമകൾ എന്ന് പറയുമ്പോഴുള്ള ഡിസ്കഷനിൽ ഈ പാർട്ട് ആവുന്നില്ല എന്നൊരു തോന്നൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആട്ടം എങ്ങനെയാണ് ഷാജൻ ചേട്ടന് ഇത് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ തന്നെ? ഞാനൊന്ന് ബ്രേക്ക് ചെയ്യട്ടെ. ആട്ടം ആക്ച്വലി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലാണ് അധികം ഡിസ്കഷൻ കുറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ പോകുന്ന സെറ്റുകളിലും ആളുകൾ ആട്ടത്തിനെ പറ്റി വളരെയധികം സംസാരിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്നൊക്കെ ആളുകൾ വളരെ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമാ ഗ്രൂപ്പ്സിലൊക്കെ എല്ലാവരും ആട്ടത്തിൻ്റെ പേര് ആദ്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആയിരിക്കും മേ ബി. അതെ, തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇത്
സിനിമാക്കാർക്കിടയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പോഴും എന്താണ്, ഇന്നലെയും കുറേ സിനിമാ പ്രവർത്തകരെ കാണാൻ നമ്മുടെ ജോണിച്ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു, ജോണി ആൻ്റണിയുടെ. അവിടെ വെച്ച് കണ്ടവരെല്ലാം പറഞ്ഞ് സീനിയർ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എല്ലാം പറഞ്ഞ് ആട്ടം കണ്ടു ഷാജോൺ നന്നായിട്ടുണ്ട് എന്നാൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് മറ്റേ ഒരു ലിസ്റ്റിലോട്ട് പെടാത്തത് ഒരു എന്താണ്, ഒരു ബിസിനസ് വൈസ് ഈ പറഞ്ഞ പോലെ ഒരു കളക്ഷൻ ലെവലൊക്കെ നോക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് തോന്നുന്നു. പക്ഷെ അത് ഏറ്റവും എന്റർടൈനർ ആയ സിനിമയും കൂടെ ആയിരുന്നു. അത്യാവശ്യം കളക്ട് ചെയ്ത സിനിമയാണ്. ഫെസ്റ്റിവൽ ആ ഒരു ഏരിയ നോക്കിയാലും ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടിയ ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ആട്ടവും ആ ലിസ്റ്റിൽ വരേണ്ടത് തന്നെയാണ്. പക്ഷേ അത് സങ്കടമൊന്നുമില്ല, കണ്ടവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും OTT കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഓരോ സിനിമയും ഓരോ രീതിയിലാണല്ലോ. അതിന്റെ ഡീകോഡിംഗ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. ഈ യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള അനുയാത്ര എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ഒരു ചാനലും കൂടി ഉണ്ടല്ലോ. ഈ അനുയാത്രയൊക്കെ ഇപ്പം ഞാൻ അതിൽ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ട്രാവൽ വീഡിയോസാണ് കുറച്ചുകൂടെ കണ്ടിരിക്കുന്നത്. ഈ രായരനെല്ലൂർ മല, അതുപോലെ ബോധി ക്യാമ്പ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ എന്നുള്ള ഫോർമാറ്റ് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായ ഫോർമാറ്റാണ്. ഇത് അനുവിൻ്റെ മനസ്സിൽ ഇതിൻ്റെ പെർസെപ്ഷൻ ഓക്കെ, ഇത് കൺസിസ്റ്റൻ്റ് ആയി ഞാൻ വീഡിയോസ് ചെയ്യണം, അങ്ങനെ സിനിമയുടെ പാരലി ആയിട്ടൊരു ഫോർമാറ്റിൽ ഇതിലും വർക്ക് ചെയ്യണം എന്നാണോ, അതോ നമ്മൾ എക്സൈറ്റഡ് ആയ സമയത്ത് ഒരു മൊമെൻ്ററി ആയിട്ട് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ഏത് രീതിയിലാണ് അനുവിൻ്റെ പെർസെപ്ഷൻ? രണ്ടുമുണ്ട്. എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ അത് സിനിമയുടെ ഒരു പാരലൽ എന്നുള്ള രീതിക്കല്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുകയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ അനുയാത്രയ്ക്ക് മുമ്പ്, ഞാൻ അനുയാത്ര തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അനുയാത്രയ്ക്ക് ശേഷം ഞാൻ യാത്രകൾ അത്ര ആസ്വദിക്കാണ്ടായി. എന്താ വെച്ചാൽ അത് അയ്യോ ആ ലൈറ്റ് ശരിയായില്ല, അയ്യോ മൈക്ക് സൗണ്ട് ക്യാപ്ചർ ആയില്ല, മൈക്ക് എന്തോ സൗണ്ട് എന്തോ പ്രശ്നം, ഞാൻ കാണുന്ന വിഷ്വൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്സായി. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീക്കണം, രാത്രി പ്ലാൻ ചെയ്യണം. അപ്പം യാത്രകൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായി തുടങ്ങി. അപ്പോഴാണ് ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്തത്. ശരിക്കും ഞാൻ എന്ന് പറഞ്ഞ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ആ സ്ഥലത്ത് സറണ്ടർ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം വയനാടൊക്കെ ഞാൻ കാട് കയറുന്ന സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി വീട്ടിലൊന്ന് വിളിച്ച് വിശേഷം പറയുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം ഫോണില്ല, TV ഇല്ല, പേപ്പറില്ല, റേഡിയോ ഒന്നുമില്ല. ഡിസ്കണക്റ്റ് ആയി അവിടുത്തെ ചേച്ചിമാർ, അവിടെ പണിയെടുക്കാൻ വരുന്ന ആളുകൾ, ഏലം നുള്ളാൻ വരുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകളായിട്ടും അവിടെ നിന്നിട്ടാണ് അങ്ങനെ ഓരോ സ്ഥലവും അങ്ങനെ സറണ്ടർ ആവാനാണ് എനിക്കിഷ്ടം. അപ്പോഴാണെന്ന് തോന്നുന്നു എനിക്കത് എൻ്റെ ഒരു തോന്നലാണ് അത്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് ഫോമിൽ എനിക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ. അപ്പം അനുയാത്ര അതിനെ വല്ലാണ്ട് കില്ല് ചെയ്തിരുന്നു. ഒന്ന് ഭയങ്കര സ്ട്രെസ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സ്ലോ ഡൗൺ ചെയ്തത്. അപ്പം ഷൂട്ടിൻ്റെ ഇടയിലും എല്ലാം കൂടെ എനിക്കത് പറ്റാണ്ടായി. അതാണ് ഇപ്പം അതൊന്ന് സ്ലോ ഡൗൺ ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളതാണ് ഇഷ്ടം. അത് റെഗുലറായിട്ട് ഇടുന്നതോ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്നത് കാണിക്കുന്നതോ ഒക്കെ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്ന കാഴ്ചകൾ ഡോക്യുമെൻ്റ് ചെയ്ത് ആദ്യത്തെ ഉദ്ദേശം എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിയിലേക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊരു വൈഡർ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഇഷ്ടമുള്ള ആളുകളെയൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. ഷാജൻ ചേട്ടൻ അന്ന് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു ഈ സിനിമയിലേക്കുള്ള എൻട്രി, അതിൽ ഉള്ള സ്ട്രഗിൾ. ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണല്ലേ, ചമ്മലുള്ള ഒരാളാണ്. ആൾക്കാരെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നൊരു സംഗതി ഭയങ്കര ചമ്മലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമയിലുള്ള ജേണി ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. വരുന്ന ക്യാരക്ടേഴ്സ് ഏറ്റവും മനോഹരമായി ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. ഇപ്പം ഒരു പോയിന്റിൽ അതേ അവസ്ഥയിലാണോ, അതോ ഒരു പ്ലാൻഡ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമ ജോണർ? പ്ലാൻഡ് ഒന്നുമല്ല ഞാൻ. പക്ഷെ ഞാൻ പഴയത്ര മടി ഇപ്പം ഇല്ല. കാര്യം നമുക്ക് പണിയെടുക്കണം എന്നുള്ള, നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണല്ലോ നമുക്ക് പണിയെടുക്കണം എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ നമുക്ക്. നമ്മൾ ഈ ചെയ്തൊന്നും പോരാ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അഖിലേൻ്റെയൊക്കെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൃത്യമായിട്ടൊരു പ്ലാനില്ല. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ, അല്ല ഇന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോഴാണ് ഞാൻ സംസാരിക്കാറുണ്ട്, നിങ്ങളുടെ അടുത്ത ഏതാണ് സിനിമ വരുമ്പം നമുക്ക് പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണം എന്ന്. നമ്മളത് ചെയ്യണം എന്ന് അന്നും എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ അതിലും കൂടുതൽ നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് അതിലൊക്കെ ആയിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹയ്യും അതായിരുന്നു. അപ്പം നമുക്ക് പിന്നെ ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട്
സിനിമകളുണ്ടെന്ന് പറയാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ്, അതാണ് സിനിമ എന്നുള്ളതാണ് അന്നത്തെ ഒരു ധാരണ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം സിനിമ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു നല്ല നടനാവുന്നതെന്നൊക്കെയാണ് അന്നത്തെ തെറ്റിദ്ധാരണകൾ അതൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് അന്നൊന്നും അങ്ങനെ ട്രൈ ചെയ്യാതിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മളൊരു സീരിയസ് ആയിട്ട് കുറേ സിനിമകൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ നമ്മൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയും. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ കാര്യങ്ങൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണം, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാം, നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ റിസൾട്ട് വിട്ടിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു പീരീഡ് വരില്ല. ആ ഒരു സമയത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് വർക്കാവുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് സക്സസ് ആവുന്നതൊന്നും പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അതിപ്പം ഈ പറഞ്ഞ പോലെ ബെറ്റർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാവാം, സിനിമകൾ എഴുതുന്നതിന് വേണ്ടിയുണ്ട്, സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്, ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം 100% അതിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ കഴിഞ്ഞും അന്നത്തെ അറിവ് കേടുകൊണ്ട് ഒരുപാട് ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം കൂടുതൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ കയ്യിൽ വരുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ഒരു ആക്ഷൻ കട്ടിൽ മാത്രമാണോ ക്യാരക്ടർ നിലനിർത്തുക, അല്ലെങ്കിൽ ഇതിന് പുറത്ത് ലൈഫിൽ ഈ ക്യാരക്ടറിൻ്റെ ട്രെയ്റ്റ്സ്, ഇപ്പോൾ ചായല്യം സമയത്തൊക്കെ അനുമോൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു വാശിയായിരുന്നു. ആ സിനിമയിൽ എന്തൊക്കെ ക്യാരക്ടർ അതിൻ്റെ പുതിയ ട്രെയ്റ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വാശിയായിരുന്നു എന്നൊക്കെ. ഈ ആക്ഷൻ കട്ടിന് മാത്രം നിലനിർത്തുകയാണോ നല്ലത്, അതോ ഇതിൻ്റെ ഔട്ട്സൈഡ് ഫ്രെയിം വർക്കിലേക്ക് കൂടെ അത് ചേരുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ടാണോ ബാധിക്കുക? ഏത് രീതിയിൽ? അല്ല, എനിക്കങ്ങനെ പോകാറില്ല കേട്ടോ. നമ്മൾ നമ്മൾ ആ മേക്കപ്പ് ചെയ്ത് തുടങ്ങും മുതലേ തലയിലോട്ട് കയറാറുള്ളൂ. വൈകിട്ട് അത് അഴിച്ചു കഴിയുമ്പം പിന്നെ ചിന്തിക്കാറില്ല അതിനെക്കുറിച്ച്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ശീലമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റേച്ചൽ എന്ന് പറയുന്നൊരു സിനിമ ഇപ്പം റീസെൻ്റ് ചെയ്തൊരു സിനിമയാണത്. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്. മുൻപ് വലിച്ചിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് വലിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്നൊരു ദിവസം സ്മോക്കിങ് നിർത്തിയ ഒരാളാണ്. പക്ഷെ എന്താണെന്നറിഞ്ഞുകൂടാ, ഈ റേച്ചൽ സിനിമ ചെയ്യുമ്പോഴും മേക്കപ്പ് കഴിഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഞാൻ ലൊക്കേഷനിലോട്ട് ചെല്ലുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മേക്കപ്പ് കഴിഞ്ഞ് ആ ഒരു ഗെറ്റപ്പ് കാണുമ്പം തന്നെ ഞാൻ ഒരു ബീഡി എടുത്ത് കത്തിച്ചിട്ട് ആ ബീഡിയും വലിച്ചുകൊണ്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. ആ ബീഡി വലിച്ചു കഴിയുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മളിൽ. അപ്പോൾ അന്ന് വൈകിട്ട് വന്നിട്ട് നല്ല ചുമയും കാര്യങ്ങളും ചൂടുവെള്ളം പിടിക്കലും ഒക്കെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ആ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആ ഒരു ബീഡി വലിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ഒരു കാര്യങ്ങളായിരിക്കാം, ചോയ്സസ് ആയിരിക്കും അത്. പക്ഷെ എനിക്ക് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലേ നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് മാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റത് ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് നിന്നുള്ള സിഗരറ്റ് വലിച്ചാൽ ഞാൻ പയ്യെ എഴുന്നേറ്റ് മാറിപ്പോവും. എനിക്ക് ആ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ വരും, അങ്ങനെയുള്ളൊരു കുഴപ്പമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ മേക്കപ്പ് കഴിഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ വലിച്ച് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വലിച്ചുകൊണ്ടിരിക്കും. എന്തോരം വീഡിയോ വലിച്ചെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ അന്ന് ആ ഷൂട്ട് മേക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ റൂമിൽ ചെന്ന് ഞാൻ വലിക്കില്ല, അതിൻ്റെ ഷൂട്ടില്ലാത്തപ്പോഴും ഞാൻ വലിക്കില്ല. പക്ഷെ ഇതിൻ്റെ ആ റേച്ചലിന് വേണ്ടി ചെന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒരു വീഡിയോ എടുത്ത് ഒരു മൂഡ് സെറ്റ് ചെയ്യുക. അത് ചില ക്യാരക്ടേഴ്സിന് അങ്ങോട്ട് കയറാൻ അത് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഉണ്ടോ അനുവിന് അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ട്? ഈ ചായല്യം പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞ അന്ന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉണ്ട്. ഇപ്പോൾ പത്മിനി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഡോക്ടർ രതി എന്ന് പറയുന്ന, ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ ടീം എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഓഫ് സ്ക്രീനും ഡോക്ടർ രതി പോലെയാണോ സംസാരിക്കണമെന്നൊരു സംശയം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പം ചില ക്യാരക്ടേഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഇമോഷണലി ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ക്യാരക്ടറിലേക്ക് കയറാനൊന്നും പറ്റാറില്ല. അപ്പം ആ ഇമോഷണലി വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഞാൻ പത്മിനി എന്ന് പറഞ്ഞ സിനിമ ചിത്രകാരി പത്മിനിയുടെ സിനിമയായിരുന്നു. അതിൽ അമ്മാവനുമായിട്ടാണ് ഈ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ. അപ്പം ത്രൂ ഔട്ട് അമ്മാമ്മയെ എന്ന് വിളിച്ചിട്ടാണ് ഈ ക്യാരക്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും. ശരിക്കുള്ള ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അമ്മാമ്മ ഇപ്പം അടുത്താണ് മരിച്ചുപോയത്. അപ്പം ഞാൻ അത് ഷൂട്ട് കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ അമ്മാമ്മ മരിച്ചുപോയ കോൾ എനിക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറി ഇരിക്കുമ്പോഴാണ് ഈ കോള് വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അലറി വിളിച്ച് കരഞ്ഞു കാറിലിരുന്നിട്ട്. പത്മിനിയുടെ അമ്മാവനാണ് മരിച്ചിട്ടുള്ളത്, എൻ്റെ അല്ല. പക്ഷേ എന്തോ പിന്നെ ഒരാഴ്ച കാലം എന്നെ ഭയങ്കരമായിട്ട് അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കറിയില്ല അതെന്താണെന്ന് വെച്ചാൽ. അങ്ങനെ വരാൻ പാടില്ല എന്നാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ചില ക്യാരക്ടേഴ്സിന് എനിക്ക് അങ്ങനെ വരാറുണ്ട്. ചായലിയൊക്കെ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടായ ഒരു ക്യാരക്ടറാണ്. ഈ സനൂപ് സത്യൻ്റെ ഡയറക്ടോറിയലിൽ ഈ ചിത്രം വരുന്നു. ഒരു പുതുമുഖ സംവിധായകൻ ഈ കഥ വന്ന് പറയുമ്പോൾ
ഈ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു, അച്ഛൻ്റെ ഒരു പോലീസ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു, അതല്ലാതെ ഒരു ക്യാരക്ടർ റെഫറൻസോ ഒരു ഏതെങ്കിലും വേറെ സിനിമകളിൽ വന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ റിയൽ ലൈഫ് കഥാപാത്രം അങ്ങനെ അല്ലെങ്കിൽ സിനിമകളോ അങ്ങനെ ഒരു റെഫറൻസ് പോയിന്റ് തന്നിട്ടുണ്ടോ? ഇതൊന്ന് രണ്ട് റിയൽ ക്യാരക്ടേഴ്സിൽ നിന്നാണ് സനൂപി കഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് രണ്ട് പോലീസ് ഓഫീസേഴ്സിൽ നിന്നും അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കുറച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതിനകത്ത് നിന്നാണ് സനൂപിന് ത്രെഡ് തന്നെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവരൊന്നും നേരിട്ടൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ നമ്മുടെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം വന്നിരുന്നു. ഇങ്ങനത്തെ ഒരു ഓഫീസറുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ഒന്ന് രണ്ട് ഓഫീസേഴ്സ് ഉണ്ട്, അതിലൊരാൾ ആക്ച്വലി അവിടെ വന്നിരുന്നു. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള പോലീസുകാർക്കിടയിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇതുപോലുള്ള കഥകളൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനായിട്ട് അങ്ങനെ റെഫറൻസ് ഒന്നും അങ്ങനെ എടുത്തിരുന്നില്ല. സനൂപ് പറഞ്ഞു തരുന്ന മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി അങ്ങോട്ട് ചെയ്യുന്നതിലും നല്ലത് ഈ ഡയറക്ടർ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എന്താണോ അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്കൊരു പിക്ചർ കിട്ടും. പിന്നെ അത് നമ്മുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചിട്ടിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു സീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും ഇതൊന്നൊരു സ്കെച്ച് ആവുക ഇതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും സനൂപ് ഇതാണോ, ഇങ്ങനെ മതിയോ ഇദ്ദേഹത്തിൻ്റെ ഒരു മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ നടക്കുന്നതൊക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ സനൂപ് അതിനൊരു ക്ലാരിറ്റി ഉണ്ട്, അത് മതി അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരുപാട് റെഫറൻസ് ഒന്നും അങ്ങനെ എടുത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും അങ്ങനെ അറിവുകേട് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് വരും ഒരു പരിപാടി. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മേക്കപ്പും രണ്ട് നരയൊക്കെ ഇട്ട് നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പം അതുവരെ അല്ലാതിരുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സക്സസ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതല്ലാതെ അപ്പം നമ്മൾ നോക്കുമ്പോഴോ ഇത് മറ്റതുപോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടറിനെ പോലെ ഉള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തൊരു ക്യാരക്ടറിനെ പോലെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മളതിനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഡയറക്ടർ പറഞ്ഞൊരു കോസ്റ്റ്യൂമും മേക്കപ്പ് മാൻ ചെയ്യുന്നൊരു മേക്കപ്പും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം എന്തെങ്കിലും ഒരു കുറവ് തോന്നിക്കഴിഞ്ഞാൽ അതും നമ്മൾ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊരു നരയോ രണ്ട് നരയോ ഒരു മീശയിലല്ല കുറച്ചുകൂടെ നര ഇടുവോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഒരാളെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും. അപ്പം അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു CID രാമേന്ദ്രനും അങ്ങനെയുള്ള ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. CID രാമേന്ദ്രൻ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. രണ്ടുപേർക്ക് യാത്രകൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.